സുലൈമാനെ, നീ ഇതെന്ത് ഭാവിച്ച? സഹായം ചോദിച്ച് ഈ പഠിക്കല് വരണോരെ വെറും കൈയോടെ ഇറക്കി വിട്ടിട്ടില്ല ഇതുവരെ. ഭരണ കാവറിങ്ങളെയൊക്കെ പിടിച്ചു കയറ്റി ഉരുട്ടിക്കൊടുത്ത് ഊട്ടിയതിന്റെ ഫലമായി ഇപ്പൊ അനുഭവിക്കുന്നേ. ഇനി എന്താ വേണ്ടെന്ന് സുലൈമാൻ അറിയാം. ആരുടെ ഉപദേശം കൂടെ വേണ്ട. എന്തായി? എന്താ നാ ഉറങ്ങിപ്പോയ? ഹാർബറിൽ നിന്ന് പിരിവെടുക്കുന്ന കാര്യം പറഞ്ഞിട്ട് എന്തായിന്ന്? അത് ശരിയല്ല സുലൈമാനെ, ബാബയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഇപ്പൊ ഇവിടുത്തെ ബാബ ഞാനാ. എന്നെ അനുസരിക്കാൻ പറ്റുന്നവർ മാത്രം ഇവിടെ നിന്നാ മതി, അല്ലാത്തവർക്ക് പോവാ. തല മറന്ന് എണ്ണ തേക്കണോ സുലൈമാനെ? ഇവരെവിടെ പോവാനാ? തന്റെ വക്കാലത്ത് വേണ്ട. ഓർമ്മ വെച്ച നാളെ മുതൽ ഇവിടെ തുപ്പും ചോറും നിന്ന് ബാബയുടെ കാൽച്ചോട്ടി കിടന്നുള്ള നായ്ക്കളാ ഞങ്ങൾ. ബാബ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾക്ക് ശീലമുള്ളൂ. പക്ഷെ ഞങ്ങൾക്കൂടെ ശരിയെന്ന് തോന്നണത് ബാബ പറഞ്ഞിട്ടുള്ളൂ. നായ്ക്കൾക്ക് എന്ത് തെറ്റ് ശരിയടോ? കുരയ്ക്കാൻ പറഞ്ഞാ കുരയ്ക്കുക, കടിക്കാൻ പറഞ്ഞാ കടിക്കുക. സുലൈമാൻ, അതനുസരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിൽക്കാം. ഇല്ല എന്നാണെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ കാണരുത്. സുലൈമാനെ, തന്നോടും കൂടെ പറഞ്ഞത്. ശരൺ ഭായ് ചലോ. മീൻകറിയാണ്. ഇതിൽ മീൻ കഷ്ണം കാണുന്നുണ്ടെങ്കിൽ തോർത്തു മുങ്ങിത്തപ്പി ഇറങ്ങണമല്ല. പോയിരുന്ന് കഴിക്കടാ. നീ പറഞ്ഞ ഷാരോൺ ഷൂരിയെ എനിക്കറിയാം. സ്വന്തം മാമയെ കൊല്ലാൻ കൂട്ടുന്ന പന്നിയാ സുലൈമാൻ. ബാബയെ കൊല്ലാൻ എന്റെ നേരെ വെച്ച് നീട്ടി തോക്കാതെ. കൊല്ലുന്നവനുള്ള അത്രയും ശിക്ഷ എന്നെ കൊല്ലാൻ പ്രേരിപ്പിക്കണവനും കൊടുക്കണമെന്ന് IPC പറഞ്ഞേക്കണത് അല്ലേടാ ജോജി? ചതിയന്മാരെ ഒറ്റ എണ്ണത്തിന് വച്ചേക്കരുത്. അപ്പൊ കയറിയിരിക്കണം റേഷൻ കാർഡ്. പിന്നത്തേക്ക് വെച്ചാൽ ചിലപ്പോൾ ഇതിനകത്തേക്ക് ആളെ വിട്ട് നമ്മളെ കൊല്ലിക്കവന്മാര്. അടുത്ത 18-ാം തീയതി നിന്റെ വിധി. മറ്റന്നാ ഞാനും ജോജി റിലീസാവും. വിധി എന്തോ ആയിക്കോട്ടെ, പുറത്ത് ഞങ്ങളുടെ സഹായത്തിന്. അതെ, എന്തിനാലും ഞങ്ങൾ റെഡി. എന്ത് ചെയ്യണം നീ പറഞ്ഞാൽ മതി. എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്നോർത്ത് നീ ബേജാറാവണ്ട. ജയിലൊക്കെ ഇപ്പം ഹൈടെക്കായി പോയില്ലടാ. എങ്ങോട്ട് വേണമെങ്കിൽ SMS ഇറക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അത്യാവശ്യം STD IST അത് ഈ ലോക്കൽ കോയൊക്കെ വിട്ടേരി. നീ കഴിക്ക്. ഇതാണ് അടിച്ചിറക്കിയവനെ വിളിച്ചു കയറ്റേണ്ടി വരുമെന്ന് പറയണത്. പടച്ചോന്റെ ഓരോ കളിയെ. സഹി ഫർമായ. എന്താ അവളവിടെ? എടോ, തന്നെ കാണാനല്ല ഷാഹിദെ കാണാനാണ് ഷാരോൺ ഭായ് വന്നത്. ചെന്ന് അവളോട് വരാൻ പറ. ഓക്ക് വരാൻ പറ്റൂലെന്ന്. എന്താ വരാൻ പറ്റാത്തത്? അത് ഓളോട് തന്നെ പോയി ചോദിക്കണം. സുലൈമാനെ, വേണ്ട, വരാൻ പറ്റൂലെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മനസ്സിലാഞ്ഞിട്ട് ഷാരോൺ ഭായിക്ക് എന്താ ഒരു കുറവ്? ഈ ദുനിയാവ് മുഴുവൻ ബിസിനസ് നടത്തുന്ന കോടീശ്വരനാ. അയാളോടൊരു ബന്ധം കിട്ടുകയെന്ന് വെച്ചാൽ നമ്മുടെ ഭാഗ്യ. എനിക്ക് ആ ഭാഗ്യം വേണ്ട. അതെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ല. അനുസരിച്ചില്ലെങ്കിൽ പാപ്പാടെ ഗതി തന്നെയായിരിക്കും മോക്കും. ഈ വരലുകൊണ്ട് ഒന്നുകൂടെ കാഞ്ചി വലിച്ചാ മതി. സുലൈമാൻ എനിക്ക് ശരിക്കും അറിയില്ല. ഒരു നായിന്റെ മുന്നിൽ പിടികൊടുക്കാണ്ട് ഒന്ന് കടലെറിയാൻ അറിയാനൊക്കെ. പിന്നെ ഇനി ആ കാഫറിനെ അങ്ങ് മനസ്സിൽ കൊണ്ട് നടക്കണുണ്ടെങ്കിൽ അതങ്ങ് അർത്ഥം മാറ്റിക്കോ. ഓന്റെ മയ്യത്ത് പോലെ എനിക്ക് കിട്ടൂല. അറിഞ്ഞില്ല, ഒക്കെ ഓന്റെ ചതിയാന്ന് അറിഞ്ഞപ്പോഴേക്കും വൈകി. മാപ്പാക്കണം. ഓന്റെ മുഖത്തടിച്ചെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോന്നേന്. പക്ഷെ ഞാൻ പോന്നാ ചിലപ്പോ ശവങ്ങൾ കടലിൽ പൊന്തു. അതൊക്കെ ആത്മഹത്യയായി എഴുതി തള്ളിക്കുകയും ചെയ്യും. അതുകൊണ്ടാ ഓന്റെ ആട്ടും തുപ്പും കൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നത്. സിക്കന്ദറും അബൂട്ടിയും നിന്നെ കണ്ട് മാപ്പ് പറയണമെന്നും പറഞ്ഞ് എന്റെ കൂടെ വന്നതാ. പക്ഷെ ഇങ്ങോട്ട് വരാൻ
എനിക്ക് മാത്രമേ അനുവാദം കിട്ടിയുള്ളൂ. നിന്നെ ഞങ്ങൾക്ക് വേണം. സുപ്രീം കോടതി വരെ പോയാലും ശരി, നിന്നെ ഞങ്ങൾ പുറത്തിറക്കും. ഇല്ലെങ്കിൽ ബാബയുടെ ആത്മാവ് പൊറുക്കൂല. കബീർ ഭായ്, എക്സ്ക്യൂസ് മീ, ഈ വിധിയെ കുറിച്ച് ഉണ്ണീഷൻ എന്താ പറയാനുള്ളത്? ഈ വിധിക്കെതിരെ അപ്പീൽ കൊടുക്കുന്നുണ്ടോ? കള്ളന്മാരെയും കൊലപാതകളൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ വീരന്മാരാക്കുന്നത് നിങ്ങളൊക്കെയാ. അവന്റെയൊക്കെ ക്യാമറയും കോപ്പും കിടിപിടി പൊയ്ക്കോണം. ഒരു ഒറ്റണത്തിനെ കോമ്പൗണ്ടി കൊണ്ടുപോകരുത്. പിടിച്ച് മാറുമല്ലേ? പറഞ്ഞത് കേട്ടില്ലേ? മാറി നിൽക്കണം. എന്താണ് തുറച്ചു നോക്കുന്നേ? നിനക്ക് ശരിക്കും അറിയാലോ എന്റെ കൈയുടെ ചൂട്. പോടാ, പോയി ജീപ്പ് കയറാ. കൊണ്ട് പോടോ. സാഹിബിന് അവിടെ ആയിരുന്നു. എന്തായി? അവൻ ഇനി ഏത് കൊമ്പ് തിരിച്ചു അതല്ലെന്ന് ഏതല്ലെന്ന് ഈ സാധനം അവിടെ പോയി കിടക്കും. ആരാ? ഞാൻ ജോജി, ഉണ്ണികൃഷ്ണന്റെ ചങ്ങാതിയാ. എന്തായി സ്വാമി? വിചാരിച്ച ശിക്ഷ കിടക്കലാൻ. ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് ടൈം ആയി പുഷ്. പടച്ചോനെ, ഓനെ വെറുതെ വിട്ടാ? ജീവപര്യന്ത ആയി പോയിട്ടാണ് சொன்னேன். എന്റെ റബ്ബേ. എന്താണോ തനിക്കിത്ര വിമ്മിട്ടം? ഓൻ ഇത് കിട്ടിയാ പോരാ, തൂക്കിക്കൊല്ലേണ്ടതായിരുന്നു. അത് തന്നെ. എന്തായാലും ആശ്വാസമായി. ആശ്വസിക്കാൻ വരട്ടെ. അവന് വേണമെന്ന് അപ്പീൽ പോകലാം. എങ്ങനെ കൊടുക്കാൻ? അവൻ ആരുണ്ടായിട്ട്? ഷാരൂൺ ഭായ്യ, ഗോലെ ഭായ്. അവനിപ്പോ സുലൈമാനെ വിളിക്കുള്ളൂ. അമ്പഴക്കാട്ട പൊയ്യാപ്പിളാൻ പോവല്ലേ. മച്ചാനും കൂടെ ചേർന്ന് ഞമ്മക്കിട്ട് പാല വെക്കാണ്ടിരുന്നാ മതിയായിരുന്നു. ശിക്ഷ എന്താണെന്നറിയാൻ വിളിച്ചതാ. ആള് പെങ്കിർക്ക് യാട്ടിൽ അതെ, പറഞ്ഞതുപോലെ തന്നെ.